നമുക്കിനി മൊഡ്യൂൾ 4ലേക്ക് കടക്കാം. മോഡേൺ ഫിസിക്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ദ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ ബേസ് ഓൺ ദെയർ സൈസ് ആൻഡ് ഡോപ്പിംഗ്. അതായത് എന്താണ് എമിറ്റർ, എന്താണ് ബേസ്, എന്താണ് കളക്ടർ, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, ഡോപ്പിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഈ താഴെയുള്ള ഈ ബോക്സ് നോക്കിയാൽ മതി. ട്രാൻസിസ്റ്റർ എന്താണെന്ന് ആദ്യം അറിയണം. അതായത് ഈ എമിറ്ററും ബേസും കളക്ടറും ഒക്കെ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗമാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 3 കാലുള്ളൊരു സംഭവമാണ്, ഒരു ഡിവൈസാണ്. അതിന് 3 കാലുണ്ടായിരിക്കും. ഓക്കെ, ആ കാലുകൾ വരുന്നത് അങ്ങനെ ഓരോ ഭാഗത്തു നിന്നാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാലിനെ നമ്മൾ എമിറ്റർ എന്ന് വിളിക്കും. രണ്ടാമത്തെ സെൻട്രലുള്ള കാല് ബേസ്, തൊട്ടപ്പുറത്തെ കാലാണ് കളക്ടർ. ഓക്കെ, ഇനി ട്രാൻസിസ്റ്റർ അതിനെ ഉപയോഗിക്കുന്നത് ആംപ്ലിഫൈ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും ഉണ്ടാവും ഈ പറഞ്ഞ ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസും ഡോപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ജസ്റ്റ് ഈ കോളം മാത്രം നോക്കിയാൽ മതി. എമിറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ റീജിയൻ ആണ്, ഒരു സൈഡത്തെ. ബേസ് സെൻട്രൽ റീജിയൻ ആണ്. കളക്ടർ ഔട്ടർ റീജിയൻ ഓൺ അതർ സൈഡ്. പിന്നെന്താണ്, അതിൻ്റെ സൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഹെവി സൈസ് എന്ന് പറയുന്നത് മോഡറേറ്റ് സൈസ്, മീഡിയം സൈസാണ്. ഇവിടെ വെരി തിന്നാണ്, ഇവിടെ ലാർജ് ഇൻ സൈസാണ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. അതിൽ ഹെവിലി ഡോപ്ഡ്, നല്ല ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ഹെവിലി ഡോപ്ഡ് ആണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, മീഡിയം ഡോപ്ഡ്, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചിത്രം നോക്കാം. ചിത്രം എന്ന് പറഞ്ഞാൽ PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു P സെമികണ്ടക്ടറിൻ്റെ ഇടയ്ക്ക്, അതായത് 2 Pൻ്റെ ഇടയ്ക്ക് ഒരു N സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ്. ഇത് P ടൈപ്പ് സെമി കണ്ടക്ടർ, ഇത് P ടൈപ്പ് സെമി കണ്ടക്ടർ, ഇത് N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനടക്കാണെങ്കിൽ അത് PNP എന്ന് വിളിക്കും. ഇനി എന്നിൻ്റെ ഇടക്ക്, രണ്ട് എന്നിൻ്റെ ഇടക്കാണ് P വരുന്നതെങ്കിൽ അത് NP എന്ന് വിളിക്കും. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. എമിറ്റർ, ഫസ്റ്റ് എമിറ്റർ, പിന്നെ ബേസ്, പിന്നെ കളക്ടർ. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പപ്പണിയൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾ പഠിക്കണം. ഇതാണ് ശരിക്കും എക്സാമിന് ചോദിക്കാറുണ്ട് 1 മാർക്കിനൊക്കെ. സിമ്പിൾ ഉണ്ടോ, ഇതിങ്ങനെ സിമ്പിൾ വരയ്ക്കുക. ഫസ്റ്റ് എമിറ്റർ, ബേസ്, കളക്ടർ. ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ അതാണ് എന്ത്, PNP ട്രാൻസിസ്റ്റർ. ആരോ മാർക്ക് പുറത്തേക്കാണെങ്കിൽ അതാണ് NPN ട്രാൻസിസ്റ്റർ. ഇത് PNP, ഇത് NPN. രണ്ടും മാറിപ്പോരുത്. പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ പറയാം, പാവം നല്ല പയ്യൻ അല്ലേ. പാവം നല്ല പയ്യൻ എന്താ ചെയ്യുക, ക്ലാസ്സിനുള്ളിലേക്കല്ല കയറുക. അപ്പോൾ ക്ലാസ്സിനുള്ളിലേക്ക് എന്ന് വെച്ചാൽ ഈ ആരോ മാർക്ക്, മറ്റേ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഫിഗർ പഠിച്ചു വെക്കുക. ഓക്കെ, 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അത് ഹീലിയം നിയോൺ ലേസർ ആണ്. ഞാൻ സെപ്പറേറ്റ് തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതിൽ പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, മെൻഷൻ എനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസിൻ്റെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ ഇരിക്കുന്നുണ്ട്. അത് ഒന്ന് പറയാനത്, നാനോ ഫൈബർ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ സ്ട്രോങ്ങർ ദാൻ സ്പൈഡർ വെബ് ആണ്. സ്പൈഡർ വെബിനേക്കാളും സ്ട്രോങ് ആണ്. ചിലന്തി വലയില്ലേ, അതിനേക്കാളും 100 ടൈംസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ. സ്റ്റീലിനേക്കാൾ 100 ടൈമും വില ഉള്ളതാണ്. അതുപോലെ തന്നെ നാനോ പ്ലാസ്റ്റിക് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടും. നാനോ കോട്ടിംഗ് ആർ ഫ്രിക്ഷൻലെസ് എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നിടത്തൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ്, ഫ്രിക്ഷൻലെസ് ആണെന്നൊക്കെ പറയാം. ഇതിൽ 3 പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് എസ്റ്റിമേറ്റഡ് എമിഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ പറയുന്നത് ഞാൻ വളരെ ഷോർട്ടാക്കിയാണ് പറഞ്ഞത്, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകുന്നില്ല. സംഭവത്തിലുള്ളൂ. ഈ ഫിഗർ നോക്കിയാൽ പറഞ്ഞുതരാം. കണ്ടോ, ഈ ഫിഗറിൽ 2 വര കണ്ടോ, E1 ഉണ്ട്, E2 ഉണ്ട്. ഇത് ഒരു 2 എനർജി സ്റ്റേറ്റുകളാണ്. ആറ്റത്തിനുള്ളിൽ ഉള്ള എനർജി സ്റ്റേറ്റുകളാണ് E1 ഉം E2. ഈ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും, ഗ്രൗണ്ട് സ്റ്റേറ്റ്. E2 എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അത് ഉയർന്ന സ്റ്റേറ്റ്, ഹയർ എനർജി ലെവൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കരുതാം, അല്ലെങ്കിൽ ആറ്റംസ് ഇരിക്കുന്നത് കരുതാം, ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരു എനർജി കൊടുത്തു, കൊടുത്തിട്ട് ഈ ആറ്റത്തിനെ ഞാൻ ഇവിടേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിച്ച് കഴിഞ്ഞാൽ മേലെ കുറേ നേരം ഇരിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, താഴത്തേക്ക് അങ്ങ് പതിക്കും. അത് പതിക്കുമ്പോൾ ഞാൻ ഈ കൊടുത്ത എനർജി ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് വിടും. ഈ പ്രതിഭാസമാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എസ്റ്റിമേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നേരത്തെ സ്റ്റെപ്പ് തന്നെ, ഇവിടെ ആളെ ഞാൻ മേലെ കൊണ്ടുപോയി എനർജി കൊടുത്തിട്ട് അയാൾ ഓട്ടോമാറ്റിക് വരുന്നില്ല. ഞാൻ വേറെ എനർജി കൊടുത്തിട്ട് അതിനെ താഴത്തേക്ക് ഇടുകയാണ്, ചാടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആദ്യം കൊടുത്ത മേലെ കൊണ്ടുപോകാനുള്ള എനർജിയും ഇവിടുന്ന് കൊടുത്ത എനർജിയും കൂടിയിട്ട് 2 എനർജി അത് പുറത്തേക്ക് ഇടും.
ഈ എനർജിയാണ് എച്ച് മ്യൂ എന്ന് പറഞ്ഞാൽ. എച്ച് മ്യൂ എനർജിയാണ് എച്ച് മ്യൂ എന്ന് പറഞ്ഞത്. ഇതാണ് സ്റ്റിമേറ്റഡ് എമിഷൻ. ഇവിടെ വ്യത്യാസം എന്താ, ഒരു കൊടുത്ത് സ്പോണ്ടേനിയസ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാടി ചെയ്തത്. ഇവിടെ എന്താണ്, ഞാനൊരു എനർജി കൊടുത്തിട്ടാണ് ചാടിച്ചത്. അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ പോയിന്റ് നോക്കിയാൽ അധികം ക്ലിയർ ആവും. കണ്ടോ, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആറ്റം ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ചേഞ്ചസ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് എ ഫോട്ടോൺ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ കോസ്. ഒരു കാരണമില്ലാതെ താഴത്തേക്ക് ചാടി, എവിടുന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്. ഇവിടെ പിന്നെ ഫോട്ടോൺ ഹിറ്റ് ഓൺ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് ഒരു ഫോട്ടോൺ ഒരു എനർജി എന്ത് ചെയ്തു, ഒരു എക്സൈറ്റഡ് ഇരിക്കുന്ന ആറ്റത്തിനെ തട്ടിയിട്ട് അത് എന്ത് ചെയ്തു, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യിച്ചു. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഒന്ന് വായിച്ചു നോക്കി ഞങ്ങൾക്ക് ക്ലിയർ ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇതിൽ പറയുന്നത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് 2 എനർജി സ്റ്റേറ്റ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ. അതിൽ ഇവിടെ ഗ്രൗണ്ടിൽ ഇപ്പോൾ 3 എണ്ണം, ഇവിടെ 5 എണ്ണം എന്ന് കരുതാം. എന്ന് പറഞ്ഞാൽ എവിടെ കൂടുതൽ, ഈ E1 ഗ്രൗണ്ടിനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റ് ആണ് കൂടുതൽ. അപ്പോൾ എക്സൈറ്റഡ് ആറ്റംസ് ആണ് ഇവിടെ കൂടുതലെങ്കിൽ ആ കണ്ടീഷനാണ് പോപ്പുലേഷൻ ഇൻവേഷൻ. ഈ പോപ്പുലേഷൻ ഇൻവേഷൻ നടക്കുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ, ഈ ആറ്റം താഴത്തേക്ക് ചാടുള്ളൂ. അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷനോ സിമുലേറ്റഡ് എമിഷനോ ഒക്കെ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ ഫോർമേഷൻ ഓഫ് പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഒന്നുമില്ല, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും. ജസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റൈനിങ് ഡോപ്പിംഗ് ഓഫ് ഡോണർ ആറ്റം. അതായത് ഈ സാധനം കിട്ടുന്നത് ഒരു സെമി കണ്ടക്ടറിലേക്ക് സെർട്ടൈൻ മെറ്റീരിയൽസ് ആഡ് ചെയ്യുമ്പോഴാണ് അത് എണ്ണും പി ഒക്കെ മാറുക. ഡോണർ ആറ്റംസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും, എൻ ടൈപ്പ് ആയിരിക്കും. ഈ പി ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റർ ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെമി കണ്ടക്ടറിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ആൾക്ക് പറയുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നമ്മുടേത് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് കോളത്തിൽ എൻ ടൈപ്പ് അല്ലേ. എൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി ഇലക്ട്രോൺസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നെഗറ്റീവ് എന്നുള്ളൊരു മീനിങ് കേൾക്കുക. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിലെ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എൻ ടൈപ്പിൽ മെജോറിറ്റി ഇലക്ട്രോൺസാണ്, മൈനോറിറ്റി എന്തായിരിക്കും, ഹോളായിരിക്കും. ഇവിടുത്തെ കേസ് ഇവിടുത്തെ പി ആണല്ലോ, പി ആണ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോൾഡ് പോസിറ്റീവ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹോൾസ് ആണ് മെജോറിറ്റി, ഇലക്ട്രോൺസ് എന്തായിരിക്കും അവിടെ മൈനോറിറ്റി ആയിരിക്കും. നിങ്ങളിത് പഠിക്കുക എളുപ്പം എന്താ വെച്ചാൽ ഈ പി ടൈപ്പിൽ എന്നിൽ പറയുമ്പോൾ നെഗറ്റീവ്, അപ്പോൾ ഇലക്ട്രോൺസ് മെജോറിറ്റി, അത് പഠിച്ചാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്, അങ്ങോട്ടും തിരിച്ചു മറിച്ചാൽ മതി. പിന്നെ എന്താ നിങ്ങളിതിൽ 2-3 എക്സാമ്പിളും പഠിച്ചു വെച്ചാൽ അത് കഴിയും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആൻഡ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതുപോലെ എന്താണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സംഭവം സിമ്പിളായി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതൊരു മെറ്റലാണ്, ഒരു മെറ്റൽ സർഫസ് ആണ്. ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ പിന്നെ ഒരു എനർജി കൊടുക്കുകയാണ്, ഒരു എച്ച് മ്യൂ, ഒരു ഫോട്ടോൺ എനർജി. എച്ച് മ്യൂ എന്ന് പറഞ്ഞാൽ എനർജി അല്ലെങ്കിൽ ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്, ഒരു ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിളാണ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ മെറ്റലിലേക്ക് തട്ടുന്ന സമയത്ത് മെറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യാണ്, ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിഭാസം വിളിക്കുന്ന പേരാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കണ്ടോ, ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്, ദ ഇജക്റ്റർ ഇലക്ട്രോൺ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺ. അതായത് ഒരു ലൈറ്റ് വന്നിട്ട് ഇതിൽ മെറ്റൽ തട്ടുമ്പോൾ അവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാം. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ പുറത്തേക്ക് ചാടി ഇങ്ങനെ ഓടിപ്പോവല്ലേ. ഇലക്ട്രോൺ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഇനി അതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. പിന്നെ അവിടെ കുറച്ച് കാര്യം പറയാനുണ്ട്, ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ ദ മിനിമം ഫ്രീക്വൻസി നീഡഡ് ഫോർ ദ ലൈറ്റ് ടു സ്റ്റാർട്ട് ഫോട്ടോ ഇലക്ട്രിക്. ഫോട്ടോ ഇലക്ട്രിക് നടക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന ലൈറ്റിൻ്റെ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. അതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അതിന് കറസ്പോണ്ടിങ് ആ വേവ് ലെങ്ത് ആണ് എന്ത്, ത്രഷോൾഡ് വേവ് ലെങ്ത് പറഞ്ഞാൽ. ത്രഷോൾഡ് വേവ് ലെങ്ത്തിനെ ലാംഡ എന്നും പറയും, ഫ്രീക്വൻസിനെ μ0 എന്നും പറയും. ഓക്കെ, പിന്നെ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ ഒന്ന് പഠിച്ചാൽ മതി. ഇക്വേഷൻ സീക്വൽ ടു മ്യൂ ലാംഡ. സി പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, മ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ലാംഡ പറഞ്ഞാൽ വേവ് ലെങ്ത്. ഈ റിലേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ലോസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഈ ലോ എന്ന് പറയുന്നത് 2 ലോസ് ആയിട്ട് നമുക്ക് 3 ലോസായി ക്ലാസിഫൈ ചെയ്യാം. ലോസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം മിനിമം ഫ്രീക്വൻസി വേണത് പുറത്തേക്ക് ആണെങ്കിൽ അല്ലേ, ദ ലൈറ്റ് വേവ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറച്ച് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ മാത്രമേ എന്തെടുക്കുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ. ഇനി ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അത് സംഭവത്രേ ഉള്ളൂ. ഇവിടേക്ക് വരുന്ന ഒരു പിന്നെ ഒരു ലൈറ്റ്, ആ ലൈറ്റ് വന്ന് എത്രത്തോളം തട്ടുന്നു അതാണ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ച് എന്ത് ചെയ്യും, വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂടൂലേ, അതിൻ്റെ സ്പീഡും കൂടൂലേ. സ്പീഡ് കൂടാൻ എന്താ, ഇലക്ട്രോണിന്റെ എണ്ണം കൂടാൻ എന്താ, കറണ്ട് കൂടും. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും, കൂടും. എന്ന് വെച്ചാൽ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു
ഇതായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇറ്റ് ഈസ് എ ഇൻസ്റ്റന്റിയസ് പ്രോസസ്, പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ കുറേ സമയം എടുക്കില്ല, പെട്ടെന്ന്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഇതിൽ ഫോർവേഡ് ബയാസിങ് ആവശ്യമുള്ളത്, ഇനി റിവേഴ്സ് ബയാസിങ് ചോദിക്കാം. രണ്ടാണ് കമ്പയർ ചെയ്ത് പറയാം. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്? ഡിസ്കസ് ദ ഫോർവേഡ് ബയാസിങ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ബൈ ഡ്രോയിങ് ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ? പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ അതൊരു സെമി കണ്ടക്ടറാണ്. അതിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ഒരു സൈഡിലും എൻ ടൈപ്പ് മെറ്റീരിയൽ അടുത്ത സൈഡിലും ഡോപ്പ് ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സംഭവത്തിലുള്ളൂ. അതായത് ഒരു സെമി കണ്ടക്ടർ, അതിൽ ഒരു സൈഡിൽ എന്ത് ചെയ്യുക, പി ടൈപ്പും അതർ സൈഡിൽ എൻ ടൈപ്പും ഇങ്ങനെ ഡോപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇനി ഇറ്റ് അലോസ് കറണ്ട് ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ കറണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ പോവുള്ളൂ. ഏത് ദിശയിലേക്ക് എന്തില്ല, കറണ്ട് വരില്ല. അപ്പോൾ യൂണി ഡയറക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് എവിടെ ഉപയോഗിക്കുക? യൂസർ ഇൻ റെക്ടിഫയർ ആണ് ഉപയോഗിക്കുക. എന്നുവെച്ചാൽ എസിന് ഡി സി ഒക്കെ മാറ്റുന്ന ഡിവൈസ് ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ 3 പോയിന്റ് ഓർത്ത് വെക്കുക. വർക്കിംഗ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. കാരണം അത് എസ് ആയിട്ട് ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ വർക്കിംഗ് ഇല്ലെങ്കിൽ ബാക്കി കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതല്ല 3 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ വർക്കിംഗ് കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഫോം ചെയ്ത് ഇലക്ട്രോൺ മൂവ് ഫ്രം എൻ ടു പി. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എന്നിൽ നിന്ന് പിയിലേക്കാണ്, ഹോൾ മൂവ് ചെയ്യുന്നത് പി നിന്ന് എന്നിലേക്കാണ്. ഇതേ കമ്പൈൻ വിത്ത് ഈച്ച് അതർ, അത് രണ്ടുപോലെ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. അത് പി ഇവിടെ എൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവിടെ സെൻട്രൽ റീജിയൻ ഫോം ചെയ്യും. അത് നമ്മൾ എന്ത് വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, അവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കിത് ഒരു ഫിഗർ ആയിട്ട് പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. അതിൽ ഫസ്റ്റ് ആണ് നമുക്ക് 2 കണക്ഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് കണക്ഷൻ ഫോർവേഡ് ബയാസിങ്, സെക്കൻഡ് കണക്ഷൻ റിവേഴ്സ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പി ടൈപ്പ് അല്ലെങ്കിൽ ഒരു പി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുക. അതായത് ഇത് പി ആണ്, ഭാഗം എൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന ഭാഗം പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ്ക്കും എൻ എന്ന ഭാഗം ബാറ്ററി നെഗറ്റീവും കൊടുക്കുക. ഈ വലിയ വരയാണ് പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ അതാണ് ഫോർവേഡ് ബയാസിങ്. അപ്പോൾ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, പി എന്ന് പറഞ്ഞ ഭാഗം എവിടേക്കാണ്? പി എന്ന ഭാഗം പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ്. എൻ എന്ന ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗത്തേക്ക് കൊടുക്കുക. ഓക്കെ, അതാണ് കണക്ഷൻ. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. ഉണ്ടോ? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു പി, ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു എൻ. ഓക്കെ, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇൻ ഡിക്രീസ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഈ റീജിയൻ, ഡിപ്ലീഷൻ റീജിയൻ, അതെന്തായിരിക്കും? അത് വളരെ ചെറുതായിരിക്കും എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഉള്ളിലേക്ക് കടന്നു പോകുന്നതാണ്. ഓക്കെ, ഇനി റിവേഴ്സ് ബയാസിങ്ങിലേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ നിന്ന് പറഞ്ഞാൽ പി എന്ന ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ്ക്കും എൻ എന്ന ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ്ക്കും അവിടെ കറണ്ട് ഫ്ലോ സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വിത്ത്, ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ആയിരിക്കും നല്ല ഹൈറ്റ് അല്ലെങ്കിൽ നല്ല ഒരു വീതി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല വലുതായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ വിത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ ഫ്ലോ അങ്ങോട്ട് ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ ഇരിക്കാം. വേണമെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു കുറഞ്ഞ കറണ്ടൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, റെഗുലർ കറണ്ട് ഉണ്ടാവില്ല, ഉണ്ടാവുന്ന കറണ്ട് വളരെ ചെറിയ കറണ്ട്, വളരെ മൈന്യൂട്ട് കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റിവേഴ്സ് ബയാസിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡയോഡ് വർക്ക് ചെയ്യുക ഏതിലാണ്? ഫോർവേഡ് ബയാസിങ്ങിലാണ് എന്ന് ഓർത്ത് വെക്കാം. നമ്മുടെ LED ബൾബ് ഉദാഹരണം കേട്ടോ. LED കണ്ടുണ്ടോ? LEDന്റെ വലിയ കാലും ചെറിയ കാലും ഉണ്ടാവും. ചെറിയ കാല് പ്ലസ്, വലിയ കാല് പ്ലസും ചെറിയ കാല് മൈനസ് വരും. എപ്പോഴും ബാറ്ററി കൊടുക്കേണ്ടത് വലിയ കാല് ബാറ്ററിയുടെ പോസിറ്റീവും ചെറിയ കാല് ബാറ്ററി നെഗറ്റീവും കൊടുത്താലേ ബൾബ് കത്തുള്ളൂ എന്നാണ് ഫോർവേഡ് ബയാസിങ്. അപ്പോൾ ആവുള്ളൂ. റിവേഴ്സ് ബയാസിങ് വർക്ക് ചെയ്യുന്ന ഒരു ബേസ് ഉണ്ട്, അതിനെ പേരാണ് സെനറ്റ് ഡയോഡ് എന്ന് പറയും. സെനറ്റ് ഡയോഡ് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിന്റെ കർവ് വരയ്ക്കാൻ പറഞ്ഞിട്ട്, കർവ് അത്രേ ഉള്ളൂ, സിമ്പിൾ കർവാണ്. അതായത് നമുക്ക് 2 കർവ് വരയ്ക്കാണ്ട്, ഫോർവേഡ് ബയാസിങ് കർവ് ഉണ്ട്, റിവേഴ്സ് ബയാസിങ് കർവ് ഉണ്ട്. ഫോർവേഡ് ബയാസിങ് കർവ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോയി മേലേക്ക് പോകുന്ന രീതിയിൽ. അവിടെ എക്സ് ആക്സിൽ വി വോൾട്ടേജും വൈ ആക്സിൽ ഐ മില്ലി ആംബിയറുമാണ് വരേണ്ടത്. പിന്നെ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, അതാണ് VK, നീ വോൾട്ടേജ് എന്ന് വിളിക്കും. അത് 0.7 മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വരുന്ന വരെയും കറണ്ടിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല, വോൾട്ടേജ് മാത്രമേ മാറുന്നുള്ളൂ. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് മാറുന്നതോടൊപ്പം കറണ്ടിൽ മാറ്റം വരും. ഇങ്ങനെ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ, ഇവിടെ വോൾട്ടേജിൽ വെച്ച് മാറ്റുന്നില്ല, കറണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ ഫിഗർ എന്ന് പഠിച്ചാൽ മതി. മാത്രമല്ല ഈ VK എന്താണ്, നീ വോൾട്ടേജ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ഇനി റിവേഴ്സ് ബയാസിങ്ങിന്റെ കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ നേരെ റിവേഴ്സ് അങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് വരയ്ക്കുക ഒരു വര. ഓക്കെ, ഇവിടെ X V വോൾട്ട്, Yയിൽ മൈക്രോ ആംബിയർ ആണ്. മൈക്രോ, അത് ചെറിയ കറണ്ട് ആയിരിക്കും, മില്ലിനേക്കാളും പിന്നെ ചെറുതായിരിക്കും, അതാണ് മൈക്രോ എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ അതാണ് റിവേഴ്സ് ബയാസിങ്ങിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ VBR എന്ന് കാണാം. VBR എന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഒന്ന് ഹീലിയം നിയോൺ ലേസർ ആണ്. ഓക്കെ, ഹീലിയം നിയോൺ ലേസർ. രണ്ടാമത്തെ ഈ പറഞ്ഞ ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്. ഓക്കെ, ആ സാധനമാണ് പൊതുവെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ബാക്കിയൊക്കെ നോക്കണം. ഹീലിയം നിയോൺ ലേസർ എന്താ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അത് മറക്കരുത്. കറക്റ്റ് നോട്ട് ഞാൻ ഈ തൊട്ടുമുമ്പ് അയച്ച PDF ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് നന്നായി നോക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ഇനി വേറെയും കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെക്ടിഫയർ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷ ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.